മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇത് പടവലങ്ങ ഫ്രൈ ചെയ്തെടുത്തതാണ്. നമ്മൾ മെഴുക്ക് വരട്ടിയായിട്ടും കറിയായിട്ടൊക്കെയാണ് പടവലങ്ങ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുക. ഇത് ഞാനൊരു പ്രത്യേക രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ 2 പടവലങ്ങ എടുത്തിട്ടുണ്ട്. പടവലങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ 2 എണ്ണമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഇത് തൊലി കളയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണം. അതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യാം. നമ്മൾ അതിൻ്റെ തൊലി ചുരണ്ടി കളയുമല്ലോ, അതിപ്പോൾ ഇതിന് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് കനം കുറയുമല്ലാതെ കുറച്ച് കട്ടിയായിട്ട് തന്നെ നമുക്കിത് വേണം, ഇതിൻ്റെ തോല്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തൊലി നീക്കി കളയാത്തത്. ഇതുപോലത്തെ അതിൻ്റെ കുരു എല്ലാം കളഞ്ഞിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വട്ടത്തിലായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. കുറച്ച് കട്ടിയിൽ തന്നെ മുറിച്ചെടുക്കണം. ഇങ്ങനെ ഞാൻ ഇതുപോലെ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കുറച്ചൊക്കെ കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. തീരെ കനം കുറച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മുന്നിലേക്കായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം ഇത് നമ്മൾ ഉപ്പ് നല്ലതുപോലെ അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളമായിട്ട് തന്നെ വരും. അതിൻ്റെ വെള്ളം വലിഞ്ഞു പോയ ശേഷമാണ് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലത്തെ ഒരു ഓട്ടയുള്ള പാത്രത്തിൽ വേണം നമ്മൾ ഈ ഉപ്പ് പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെച്ചിട്ട് അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കണം. അതിൻ്റെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 15 മിനിറ്റിന് ശേഷം ഇത്രയും വെള്ളം ഇതൊന്ന് കണ്ടില്ലേ നീങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ഉപ്പ് മുന്നിലേക്ക് നിൽക്കണം എന്ന് ആദ്യം പറയാൻ കാര്യം. ഇത് സാധാരണ റൈസ് പൗഡറാണ്, അജ്മിയുടെ റൈസ് പൗഡറാണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ, വലിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്തു. പിന്നീട് അതേ ടീസ്പൂണിന് തന്നെ 1 ടീസ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. അതും നമുക്ക് അതേ ടീസ്പൂണിന് തന്നെ 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. മൊത്തം 3 ടീസ്പൂൺ പൗഡർ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ, മൈദ, അരിപ്പൊടി ഇത്രയും ചേർത്ത ശേഷം എരിവിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. ചെറിയ ടീസ്പൂണിനാണ്. എരിവ് നമുക്ക് വേണ്ടത്ര ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് 1 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഈ പൊടികളൊക്കെ അതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വെള്ളമൊന്നും ഒട്ടും ഇതിൽ ഉപയോഗിക്കണില്ല. കുറച്ച് കൂടി ഇതിൽ വെള്ളം നമുക്ക് ആവശ്യമായിട്ട് ഉണ്ടാവും. നമ്മൾ ഈ ഉപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് ആ ഉപ്പിൻ്റെ അംശം ഈ പൊടികളിലേക്കൊക്കെ ആയിട്ട് പിടിച്ച് കിട്ടും. ഇതും ഒരു 10 മിനിറ്റോളം നമ്മൾ വെച്ച് കൊടുക്കണം. നമ്മൾ ഈ പാത്രം ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്കിത് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പാത്രം മാറ്റി കൊടുക്കാം. പിന്നെ ഈ ഹോളുള്ളതാകുമ്പോൾ പൊടികളൊക്കെ നമുക്ക് താഴേക്ക് പോകുമല്ലോ, അതുകൊണ്ട് നല്ല വേറെ വല്ല ബേസിനോ എന്തെങ്കിലും എടുത്തിട്ട് വേണം ഇതുപോലെ അത് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാം ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. കൂടുതലൊന്നും ഇതിലേക്ക് ഈ പൗഡർ പിടിക്കില്ല, ഇത്രയേ പിടിക്കുള്ളൂ, ഇത്രയും മതി. അതുപോലെ നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ നമുക്ക്. അല്ലാതെ ഇതിന് കൂടുതൽ വേറെ രീതിയിലൊരു ബലമായിട്ടൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം മൊരിഞ്ഞ് കിട്ടണം. കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വറുത്ത് കോരിയെടുക്കുകയാണ്. ഈ പൊടികളും ഈ പടവലങ്ങയുടെ കഷ്ണവും എല്ലാം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. എണ്ണയിൽ മുങ്ങി കിടക്കണ മാതിരി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി എന്തെങ്കിലും സ്പൂണോ പപ്പടം കുത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് ഒന്നിനോടൊന്ന് ഒട്ടി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് എണ്ണ കൂടുതൽ ഒഴിച്ച് കൊടുത്തതുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. അതൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്.
ഒരു 10-15 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ കിടന്നിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. നമ്മൾ തോരനും അതുപോലെ പടവലങ്ങയുടെ മെഴുക്ക് പുരട്ടിയോ കറിയൊക്കെ വെക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ടേസ്റ്റിന് ആവില്ല. ഇത് കുറച്ച് ഫ്രൈ ചെയ്തെടുത്തതുകൊണ്ടും അതുപോലെ പൊടികളൊക്കെ ചേർത്തതുകൊണ്ടും നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ചോറിൻ്റെ കൂടെ തന്നെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ ചായക്കൊന്നും പറ്റുന്ന ഫ്രൈ അല്ല. ചോറിൻ്റെ കൂടെ ആയിട്ടാണ് നമ്മളിത് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുക. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. കുറച്ച് സമയം ഇത് എണ്ണയിൽ കിടന്നാലാണ് നമുക്കിത് മുരിഞ്ഞ് കിട്ടുള്ളൂ. പെട്ടെന്ന് കോരിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കളർ ചേഞ്ചായിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ? കുറച്ചൊരു റെഡിഷ് കളറായിട്ട് തന്നെ കിട്ടും. ഇതുപോലെയാണ് ആ പൊടികളൊക്കെ അതിലേക്ക് പിടിച്ച് മുളകും ഉപ്പും എല്ലാം ചേർന്നിട്ട് നമുക്ക് പിടിച്ച് കിട്ടണം. ഇതുപോലെ ആയിട്ടാണ് അത് വറുത്ത് കോരിയെടുക്കേണ്ടത്. ഞാൻ 2 പടവലങ്ങ ഇതുപോലെ മുറിച്ചെടുത്തതായതുകൊണ്ട് 2-3-4 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തത്. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്താൽ മതിയാവും. ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും അടിയിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. കാരണം കുറച്ച് ഇട്ട ഉടനെ എണ്ണയുടെ അംശം ഉണ്ടാവും ഇതിൽ. അതൊന്ന് വലിഞ്ഞ് കിട്ടണവരെ വെയിറ്റ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ പ്രാവശ്യം ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിൽ മുങ്ങി കിടക്കണ മാതിരി വേണം ഇട്ട് കൊടുക്കാൻ. മീനൊക്കെ വറുത്തെടുക്കണ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനിതെല്ലാം വറുത്തെടുത്തതാണിത്. കുറച്ച് സമയം മെനക്കെട്ടാലും നമുക്ക് രുചിയേറിയിട്ടുള്ള ഈ പടവലങ്ങയുടെ ഫ്രൈ തയ്യാറാക്കാനായിട്ട് പറ്റും. കഴിയുന്നതും ഇത് ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഇരിക്കും തോറും ഇത് തണുത്തു പോവും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.